ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് നാളായി ഞാനിങ്ങനെ ഒരു വ്ളോഗ് ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് കേട്ടോ. എനിക്കൊന്ന് ലാസ്റ്റ് ജാനുവരിയിലോ മറ്റോ ആണ് ഒരു വ്ളോഗ് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്. വ്ളോഗ്സ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതൊക്കെ പണ്ടെടുത്ത് വെച്ച വ്ളോഗുകളാണ് കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ നമ്മളിന്ന് എമ്പുരാൻ കാണാനായിട്ട് പോവാണ്. ഇന്ന് മാർച്ച് 27 ആണ് കേട്ടോ. അപ്പം നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വർക്കൊക്കെ ഞാനിപ്പം ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തു. എന്നിട്ട് നമ്മളിപ്പം എമ്പുരാൻ കാണാനായിട്ട്, ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ട് എമ്പുരാൻ കാണാനായിട്ട് പോവാണ്. നമ്മുടെ ഇവിടുത്തെ 6:30ക്കാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. നാട്ടിൽ കുറേ റിവ്യൂസൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ന് നമ്മളിപ്പം പോവാണ്. ഞങ്ങൾ വേറൊരു ടൗണിലാണ് പോകുന്നത്. ബർമിംഗ്ഹാം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമ്മൾ ഫിലിം കാണുന്നത്. നമ്മുടെ 2 ഫ്രണ്ട്സും വരുന്നുണ്ട്. അപ്പം ഇന്ന് എമ്പുരാൻ കാണാൻ പോകുന്ന ഒരു വ്ളോഗായിരിക്കും. എൻ്റെ കൂടെ തന്നെ അത് മാത്രമല്ല ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഞങ്ങൾ ഇനിയിപ്പം ഫുഡ് കഴിക്കണം. അതുപോലെ തന്നെ ഞാൻ കുറച്ച് മോമോസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ജോബിൻ്റെ അടുക്ക് പോകുമ്പോൾ ഞാൻ മിക്കവാറും ജോബിന് എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് പോകാറുണ്ട്. ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ എനിക്കിഷ്ടമാണ്, അവന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഇന്ന് നമുക്ക് വർക്കും ഉണ്ട്. അപ്പം കൂടുതലൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ക്വിക്കായിട്ട് മോമോസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുണ്ടാക്കണം നമുക്ക്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കുറച്ച് നമുക്ക് പെൻഡിങ് ആണ്. അപ്പം അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വിശാഖിനെ ഞാനിപ്പോൾ വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതുണ്ടാക്കണം, അതിന് നമുക്ക് ഫുഡ് കഴിക്കണം, റെഡി ആവണം, എമ്പുരാന് പോകണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം ആൻഡ് എൻജോയ്. വർക്ക് ഫിനിഷ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ കുറച്ച് കാര്യങ്ങളും കൂടി ഫിനിഷ് ചെയ്യാനായിട്ടുണ്ട് എനിക്ക്. നമ്മളിനി നെക്സ്റ്റ് വീക്കിലൊരു ട്രിപ്പ് പോകുന്നുണ്ട് കേട്ടോ. അന്നേരം അതിന് മുമ്പായിട്ട് എനിക്ക് വലിയൊരു കൊട്ടക്കണക്കിന് പണി കിട്ടിയിട്ടുണ്ട്. ഇത്രയും ദിവസം എനിക്ക് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു, ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പം ഇന്നലെ എനിക്ക് കുറച്ച് നല്ലോണം പണി കിട്ടിയിട്ടുണ്ട്. അതെല്ലാം തീർത്തിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അപ്പം കുറച്ച് തീർത്തിട്ട് വേണം എനിക്ക് ഇന്ന് ഇവിടുന്ന് എണീക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് ഞാൻ വർക്ക് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് നേരെ കിച്ചണിലേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഫുഡ് ഇന്ന് നമ്മൾ പുറത്തുനിന്ന് കേട്ടോ മേടിക്കും. ഫുഡ് നമ്മൾ റാപ്പ് വല്ലതും മേടിക്കാമെന്ന് വിചാരിച്ചു. അതിനും കൂടെ വേണ്ടിയിട്ടാണ് വിശാഖ് പോയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിത് പെട്ടെന്ന് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് വേഗം മോമോസ് ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ ഓക്കെ. അപ്പുറത്തെ ഗാർഡനിൽ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നല്ല പാട്ടിങ്ങനെ കേൾക്കാം. നല്ല രസമുണ്ടായിരുന്നു ആ പാട്ടൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ. അപ്പം ഞാൻ എന്തായാലും വർക്ക് ഇപ്പം അങ്ങോട്ട് ഫിനിഷ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാം. പക്ഷെ എത്ര കെട്ടിട്ട് ചെയ്യുന്നില്ലല്ലോ, മുടി അങ്ങോട്ട് ഒതുങ്ങുന്നില്ല. അപ്പം ഞാൻ കുറേയൊക്കെ വർക്ക് ഫിനിഷ് ചെയ്തു. ഇനിയിപ്പം നമുക്ക് മോമോസിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ 5:30 ആയാലും ഞാൻ കിച്ചണിൽ നിന്ന് ഇറങ്ങത്തില്ല. നമുക്ക് 5:30ക്കാണ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത്. 6:30ക്കാണ് നമ്മുടെ ഷോ വന്നിട്ട്. ബർമിംഗ്ഹാം ഇവിടുന്ന് ഒരു 1 hour ജേർണി ഉണ്ട് കേട്ടോ. അയ്യോ, ഞാൻ സാധനം കാണിക്കാവേ. ഞാനൊരു ക്യൂട്ട് ഡെക്കോർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കിച്ചണിലേക്ക്. ഒരു അപ്പൂപ്പനെ അമ്മൂമ്മയും ഇവരെ ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് വെക്കുന്നുണ്ട്. ഇത് കിച്ചണിൽ ഇവരിങ്ങനെ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന പോലത്തെ ഒരു അപ്പൂപ്പനും അമ്മയുണ്ട്. ഇനി ഇവരെ തന്നെ ഈ സെയിം അപ്പൂപ്പനെ അമ്മൂമ്മയും ഞാൻ ബെഡ്റൂമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഹോം ടൂറൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ജസ്റ്റ് ഇവരെ ഒന്ന് കാണിച്ചു തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം മോമോസ് ഉണ്ടാക്കാം. ഞാൻ ഇതിൻ്റെ റെസിപ്പി ഒന്നും പറയുന്നില്ല, കാരണം ഞാനൊരു മോമോസ് എക്സ്പേർട്ട് ഒന്നുമല്ല. അത് എന്നെക്കാട്ടിലും നന്നായിട്ട് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ റെസിപ്പി ഒന്നും പറയുന്നില്ല. നിങ്ങൾ ഇതിൻ്റെ കൂടെ ഞാൻ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് നിങ്ങൾ ഇതിൻ്റെ ക്യാമറയിൽ നോക്കി കണ്ടുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഞാൻ അതിൻ്റെ ചട്നി ഉണ്ടാക്കാനാണ് നോക്കുന്നത് കേട്ടോ. ചട്നി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ തക്കാളിയും അതുപോലെ തന്നെ കുറച്ച് മുളകും, നമ്മുടെ വറ്റൽ മുളകുണ്ടല്ലോ, മുളകും മല്ലിയിലയും പിന്നെ ഒരു പീസ് നമ്മുടെ ഗാർലിക്കും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ടിത് നമ്മൾ അരയ്ക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം ക്യാരറ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് നമുക്ക് ക്യാരറ്റ് ആദ്യം കട്ട് ചെയ്ത് വെക്കാം, അപ്പോഴത്തേക്കും വിശാഖ് വരും. ഇനി ഇതിനകത്തിൽ ക്യാരറ്റും പിന്നെ കുറച്ച് ക്യാബേജൊക്കെ വളരെ ലെസ് എമൗണ്ടിലേ എടുക്കുന്നുള്ളൂ കേട്ടോ. ക്യാബേജും പിന്നെ ഉള്ളി, ഈ 3 പച്ചക്കറികൾ മാത്രമേ നമ്മൾ തൽക്കാലം ഇതിനകത്തിൽ ഇടുന്നുള്ളൂ, ഈ മോമോസിൽ ഇടുന്നുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചേക്കാം. എന്നിട്ട് ഞാനിത് അരിപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, മൈദയിലല്ല, അരിപ്പൊടിയിലാണ്. ഞാൻ കുറച്ച് ഹെൽത്തിയർ വേർഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കറിയത്തില്ല എന്തായി തീരുന്നത്, നമുക്ക് നോക്കാം. സോ നമ്മളിങ്ങനെ കുറച്ച് കുനുവിനാൻ ഇങ്ങനെ ക്യാരറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. നാട്ടിലെല്ലാവരും എമ്പുരാനൊക്കെ കണ്ടു കഴിഞ്ഞ് കാണുമല്ലേ? കുറേ ആൾക്കാരൊക്കെ ഫാൻ ഷോ ഒക്കെ എന്തായാലും കണ്ടു കഴിഞ്ഞ് കാണുമല്ലോ. ഞങ്ങൾക്കൊരു ചെറിയ ഡൗട്ടുണ്ട്, ഈശ്വര ഇത് എങ്ങനെയായിരിക്കും, 3 hour ആണ് ഫിലിമൊക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ ആ ഒരു ലൂസിഫറിൻ്റെ ആ ഒരു എഫക്റ്റിൽ നമ്മളങ്ങ് പോവാണ്.
നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അതിനകത്തിലേക്ക് ഒരു ശകലം വളരെ കുറച്ച് എമൗണ്ടിൽ നെയ്യ് ഇടണം. ക്യാരറ്റ് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് മോമോസിൻ്റെ ബാറ്റർ നോക്കി ഇതിനെ വിളിക്കാമോ, എന്തായാലും മാവ് കുഴയ്ക്കാം. അതിനായിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ വെള്ളം തിളപ്പിക്കുക, കുറച്ച് ഉപ്പിടുക, പിന്നെ അതുപോലെ തന്നെ അതിനകത്തേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. ഈ റെസിപ്പി ആരും ഫോളോ ചെയ്യണ്ട കേട്ടോ, കാരണം ഇതിൻ്റെ അവസാനം ഇതൊരു വമ്പൻ ഫ്ലോപ്പാണ്. ഇത് ഫ്ലോപ്പ് ആവാനുള്ള മെയിൻ കാരണങ്ങളിൽ ഒന്നാണ് എനിക്കിത് മര്യാദയ്ക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല. രണ്ടാമത്തെ റീസണാണ് ക്യാബേജ് മേടിക്കാൻ പറഞ്ഞു വിട്ടിട്ട് വിശാഖ് ക്യാബേജ് മറന്നിട്ട് വന്നു. സോ ഉള്ളിയും ക്യാരറ്റും മാത്രമേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ മോമോസിൽ. എന്തായാലും ഉള്ള വെജിറ്റബിൾസ് കുറച്ച് എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിനകത്ത് കുറച്ച് സോയാ സോസ് കൂടെ ഒഴിക്കുക. എന്നിട്ട് മോമോസ് ഫില്ലിംഗ് ആണെന്ന് നമ്മൾ അങ്ങോട്ട് വിചാരിക്കുക, മനസ്സുകൊണ്ട് ഇതിനെ അങ്ങോട്ട് മോമോസ് ഫില്ലിംഗ് ആയിട്ട് അങ്ങോട്ട് സ്വീകരിക്കുക. അത്രേ ഉള്ളൂ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം കേട്ടോ. ഗൈസ്, ലോകത്തിലേക്കും ഏറ്റവും വൃത്തികെട്ട ഷേപ്പുള്ള മോമോസ് ആണ് ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഭയങ്കര ബിസിയാണ്. ഇപ്പം 5 മണിയായി, നമുക്ക് 5:30 ഇവിടെ നിന്ന് ഇറങ്ങണം. എനിക്ക് അറിഞ്ഞുകൂടാ ഇത് ആയി കിട്ടുമെന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. ഫുള്ളും പൊട്ടിപ്പോവാണ് ഗൈസ്. ഇത് ഈ മോമോസ് എന്നോട് സഹകരിക്കുന്നില്ല ഗൈസ്. ഞാൻ ആദ്യം കുറച്ചൊക്കെ മറ്റേ ഷേപ്പൊക്കെ നോക്കി, മറ്റേ ഇങ്ങനെ പാവാട എടുത്ത പോലത്തെ ഷേപ്പൊക്കെ നോക്കിയിട്ട് പറ്റത്തില്ല. സോ ഞാനൊരു ചന്ദ്രക്കലയുടെ ഷേപ്പിലൊക്കെ ആക്കി വെക്കുകയാണ് കേട്ടോ. എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. പരിപാടിക്ക് നിൽക്കണ്ടായിരുന്നു. ജോബ് ഇത് കഴിക്കാൻ പോകുന്ന ജോബ് എന്നോട് ക്ഷമിക്കുക. അത്രേ എനിക്കിപ്പോൾ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. അപ്പം ഞാനിത് വേഗം ആക്കട്ടെ, എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനുള്ള നേരമില്ല. കണ്ടില്ലേ, കുടഞ്ഞങ്ങ് ഇടുകയാണ് എല്ലാം കൂടി. അത് ഭയങ്കര ഒരു എന്താ പറയുക, സിസ്റ്റമാറ്റിക് അല്ല, പ്ലാൻഡ് അല്ലാതായിപ്പോയി. ആദ്യമായിട്ടാണ് ഇങ്ങനെ പ്ലാൻഡ് അല്ലാതൊരു കാര്യം ഞാൻ ചെയ്യുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ ചെയ്ത് വെക്കാറുണ്ട്. എന്തെങ്കിലും എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ നേരത്തെ എല്ലാം റെഡിയാക്കാറുണ്ട്. ബട്ട് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കാൻ എനിക്ക് മടിയാണ്. ഒരിക്കലും ഈ ഒരു മോമോസ് നിങ്ങൾ ട്രൈ ചെയ്യില്ല കേട്ടോ. ഈ ഒരു ഷേപ്പിലൊക്കെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അങ്ങനെ മോമോസിന്റെ കാര്യത്തിലൊരു തീരുമാനമായല്ലോ. ഇനിയിപ്പം അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. വിളക്ക് കൊളുത്തണം, ഫുഡ് കഴിക്കണം, പോകണം. അതാണ് ഇനിയും അടുത്ത പരിപാടി കേട്ടോ. നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഡിന്നർ അങ്ങ് കഴിക്കുകയാണ്. ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ പോകുന്നത് കേട്ടോ. ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് വേഗം വിളക്കൊക്കെ കൊളുത്തി. ഞാൻ കഴിക്കുന്നത് ഫലാഫൽ റാപ്പാണ് കേട്ടോ. ഇതാണ് വിശാഖ് മേടിച്ചോണ്ട് വന്നിരിക്കുന്നത്. വിശാഖ് എന്താ കഴിക്കുന്നത്? സാലഡോ? വിശാഖ് സാലഡാണ് കഴിക്കുന്നത്. അത് കുറച്ച് കട്ട് ചെയ്യാനും കൂടി ഉണ്ട്. അപ്പം കൂടുതൽ കഴിക്കുന്നൊന്നും കാണിക്കുന്നില്ല. അപ്പം ഞാനിത് കഴിച്ചിട്ട് എനിക്ക് റെഡി ആവണം, പാക്ക് ചെയ്യണം, പോകണം. അതാണ് കേട്ടോ. നമുക്ക് 5:15 5:30 ഇറങ്ങണം. അപ്പോൾ ഓക്കെ, ബൈ. അങ്ങനെ തട്ടിക്കൂട്ടി ഇന്നത്തെ ഡിന്നറും കഴിച്ചു. ഈ റാപ്പ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള റാപ്പാണ് കേട്ടോ. ഇതിനകത്തൊരു ഫലാഫൽ ഫില്ലിങ്സും അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറികളും പിന്നെ റാപ്പുമാണ് ഉള്ളത്. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സോസൊന്നും അധികം ഒഴിച്ചിട്ടൊന്നുമുള്ള ഒരു റാപ്പല്ല കേട്ടോ. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് കഴിക്കുന്നത് കേട്ടോ. ഇനിയിപ്പം ഉണ്ടാക്കിയ മോമോസൊക്കെ എന്തൊക്കെയോ ഒരു ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ടേസ്റ്റ് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല, അത് കഴിക്കുന്നവരാണല്ലോ പറയേണ്ടത്. എന്തായാലും പാക്ക് ചെയ്തെടുത്തു. ഇനിയിപ്പം നമുക്ക് റെഡി ആവണം, പോകണം. ഞാൻ റെഡി ആവുന്നൊന്നും അധികം കാണിക്കുന്നില്ല കേട്ടോ, കാരണം അത്രയ്ക്ക് ബിസി ആയിപ്പോയി. സോ ഒരു വിധത്തിൽ നമ്മൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. വേഗം ഇനിയിപ്പോൾ ഇറങ്ങണം. നമ്മൾ എത്ര മണി? 5:30 കഴിഞ്ഞോ? 5:30 കഴിഞ്ഞു. നമുക്ക് 50 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. ഇനി ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. ക്യാരറ്റ് എടുത്തോ? വിശാഖ് സാലഡാണ് കഴിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പാവത്തിന് അത് ഫുള്ളും ഫിനിഷ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് അതിൽ നിന്ന് ക്യാരറ്റും എന്താണ്ടൊക്കെയോ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്തിട്ട് കാറിലിരുന്ന് കഴിക്കുകയാണ് ബാക്കി. അപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ എടുത്തതേ ഉള്ളൂ, അപ്പോഴത്തേക്കും വിളിച്ച്. ഞങ്ങളിതേ ഇറങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് വ്യൂ സിനിമാസ് ബർമിംഗ്ഹാം, സ്റ്റാർ സിറ്റി അല്ലേ? അതെ. നമ്മൾ 4 പേരും 4 സ്ഥലത്തു നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ഇറങ്ങിക്കഴിയുമ്പം ഓരോരുത്തരെയും വിളിച്ചിട്ട് എവിടെ എത്തിയും ചോദിക്കുന്നത് പതിവാണല്ലോ. ആ പതിവ് ഇപ്പോഴും തെറ്റിച്ചിട്ടില്ല. ഞാൻ എൽസയെ വിളിച്ചിട്ട് എവിടെ എത്തി എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം എൽസ ഒരു ബ്ലോക്കിൽ കിടക്കുകയാണ്. ജോബും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയിപ്പം 50 മിനിറ്റ് ഉണ്ട്. എന്തെന്നില്ലാത്ത ബ്ലോക്കും ഉണ്ട് നമുക്ക് കൂട്ടിന്. നല്ല പീക്ക് ടൈം ആണല്ലോ, അതും തേഴ്സ്ഡേ ആണ്. എന്തായാലും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നമ്മളിപ്പോൾ പോകുന്നുണ്ട്. എന്താവും എന്നറിയത്തില്ല, അവിടെ എത്താൻ സമയമാവും എന്നൊന്നും അറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ബ്ലോക്കൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ലാതെ നമ്മളിതാ എത്താറാവുന്നു കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ 5:45 സൂര്യൻ അസ്തമിക്കുന്നൊന്നും ഇല്ല കേട്ടോ. അവിടെ തന്നെ ഉണ്ട് പുള്ളിക്കാരൻ. അപ്പം നമുക്ക് സമ്മറിലേക്ക് ഇങ്ങനെ കടക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ. പിന്നെ ഞാനിങ്ങനെ കണ്ടതാണ് കേട്ടോ, പോകുന്ന വഴി കണ്ടതാണ്. ഇങ്ങനെ ഈ ഒരു ബൈക്കിൽ വരുന്ന പുള്ളിക്കാരനില്ലേ, അതിൻ്റെ ഫ്രണ്ടിൽ ബ്ലഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു NHS വോളണ്ടിയേഴ്സ് വല്ലതും ആയിരിക്കും. ബ്ലഡിൻ്റെ എന്തെങ്കിലും ബ്ലഡ് കൊടുക്കുന്നത് ബൈക്കിൽ അങ്ങനെ വല്ലതും ആയിരിക്കും. എനിക്കറിയത്തില്ല കേട്ടോ. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ ഒരു സംഭവം ഇന്ന് നമ്മൾ പോകുന്ന വഴി കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സോ നമ്മൾ കൃത്യം 6:30 ആയപ്പം മിസ്റ്റർ
വിശാഖ് നമ്മളെ ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. 6:30 ആയപ്പോൾ തന്നെ നമ്മൾ വീട്ടിലെത്തിന്ന് നമ്മൾ വ്യൂ സിനിമാസിൽ സിനിമ കാണാൻ വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് നമ്മൾ കാറിൽ ഫുള്ള് നമ്മൾ അതിന്റെ റിവ്യൂസ് ഒക്കെ കണ്ടുകൊണ്ട് വരുമായിരുന്നു. എന്തായിരിക്കും എന്ന് അറിയത്തില്ല കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് പടം കാണാം. പോ. ചാടത്തുള്ളി വരുന്നുണ്ട്. എൽസമേരി പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആരാന്നറിയാമോ? ജോജസ് ആരാന്നറിയാമോ പുറംതിരിഞ്ഞ് നിൽക്കുന്നേ? ഫാസിലൊന്നുമല്ല, വേറൊരാളാ. എൽസമേരി കേക്ക്. നമ്മളിപ്പോ ഇന്റർവെല്ലിലാണ് അല്ലേ? എങ്ങനെയുണ്ട് എൽസമേരി? ഇന്റർവെൽ വരെ എങ്ങനെയുണ്ട്? മാസ് ഭയങ്കര സിനിമാറ്റോഗ്രഫിയാണ്. ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൂടുതൽ പറയണ്ട, നമ്മൾ സ്പോയിലർ ആവില്ലല്ലോ. എന്തായാലും പടം ഇതുവരെ ഓക്കെയാണ്. ആദ്യമായിട്ടാണ് UK ഒരു തിയേറ്റർ ഇങ്ങനെ നിറഞ്ഞു കാണുന്നത് അല്ലേ? ഞാൻ ഇതുവരെ സിനിമ കണ്ടിട്ടുള്ളത് ഞാനും വിശാഖ് മാത്രമായിട്ട്. ജോബ്ജസിന്റെ ആരൊക്കെ പരിചയക്കാരെയൊക്കെ കണ്ടു. അറിയത്തില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഗൈസ്, നമ്മള് പടമൊക്കെ കണ്ടിട്ട് ഇറങ്ങി. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അല്ലേ? ആരാന്ന് പറയട്ടെ പുറംതിരിഞ്ഞിരിക്കുന്നത്. എന്തായാലും കണ്ടു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അല്ലേ? പടം ഓക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ മോമോസ് താലം കൈമാറിയിട്ടുണ്ട്. ജോബ്ജസിനോട് ചോദിച്ചപ്പോൾ ജോബ്ജസ് കൊള്ളാന്നൊക്കെ പറഞ്ഞു. അതിപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി കൊള്ളാന്നല്ലേ പറയുള്ളൂ. എന്തായാലും നല്ലൊരു മൂവി നൈറ്റ് ആയിരുന്നു. ലേറ്റ് നൈറ്റ് ആയതുകൊണ്ട് എൽസൺ നമ്മുടെ വീട്ടിലേക്കും വന്നു, ജോബിൻ്റെ വീട്ടിലേക്കും പോയി. അങ്ങനെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഈവനിങ് കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകാൻ ഒരു 11 മണിയാകും വീട്ടിലെത്താൻ. അപ്പം ടാറ്റ, ഗുഡ് നൈറ്റ്.